ഹരി ഓം. ദശക 55 ശ്ലോകം 5. ഭണശൃംഗസഹസ്രവിനിസ്രമരജ്വലദഗ്നികണോഗ്രഭിഷാംബുധരം പുരതഭണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. പദച്ഛേദം. ഭണ ശൃംഗ സഹസ്ര വിനിസ്രമര ജ്വലത് അഗ്നി കണ ഉഗ്ര വിഷ അംബുധരം. ഭണശൃംഗ സഹസ്ര വിനിസ്രമര. ഭണശൃംഗ സഹസ്ര വിനിസ്രമര ജ്വലത് അഗ്നി. ജ്വലദഗ്നി കണ ഉഗ്ര. കണോഗ്ര വിഷ അംബുധരം. വിഷാംബുധരം. ഭണശൃംഗ സഹസ്ര വിനിസ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധരം പുരതഃ ഭണിനം. പുരതഭണിനം സമലോകയഥാഃ. പുരതഭണിനം സമലോകയഥാ ബഹുശൃംഗിണം അഞ്ജന ശൈലം ഇവ. ബഹുശൃംഗിണമഞ്ജനശൈലമിവ. ബഹുശൃംഗിണമഞ്ജനശൈലമിവ. പുരതഭണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. ഭണശൃംഗസഹസ്രവിനിസ്രമരജ്വലദഗ്നികണോഗ്രഭിഷാംബുധരം പുരതഭണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. ദശകം 55 ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ പത്തി പരത്തി ചീറ്റ് വരുന്ന കാളിയനെ ഭഗവാൻ കാണുകയാണ്. അന്വയം. ഭണശൃംഗ സഹസ്ര വിനിസ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധരം ഭണിനം ബഹുശൃംഗിണം അഞ്ജനശൈലം ഇവ പുരതഃ സമലോകയഥാഃ. ഭണശൃംഗ സഹസ്ര വിനിസ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധരം ഭണിനം. അപ്പം ആ കാളിയനെ കണ്ട രീതിയാണ്. ഭണശൃംഗ സഹസ്ര 1000 പടങ്ങളിൽ നിന്ന്, ആ ഭണങ്ങളിൽ നിന്ന് കൊടും തീപ്പൊരി ചെതറുന്ന ആ വിഷജലം തുപ്പുന്ന ആ കാളിയനെ, അതാണ് ഭണശൃംഗ സഹസ്ര വിനിസ്രമര ജ്വലദഗ്നി കണോഗ്രവിഷാംബുധരം. ആ ഉഗ്രവിഷാംബുധരം അതെങ്ങനെ? അഗ്നി 1000 ആ ഭണങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന കാളിയനെ ബഹുശൃംഗിണം അഞ്ജനശൈലമിവ. ബഹുശൃംഗിണം, അനേകം ശൃംഗിണം കൊടുമുടികളുള്ള അഞ്ജനശൈലം ഇവ. അഞ്ജനപർവ്വതത്തെ എന്ന പോലെ, അനേകം കൊടുമുടികളുള്ള അഞ്ജനപർവ്വതത്തെ എന്ന പോലെ പുരതഃ മുമ്പിൽ സമലോകയഥാഃ നിന്തിരുവടി കണ്ടുവല്ലോ. അപ്പോൾ 1000 പടമുള്ള കറുത്ത മഹാസർപ്പമാണ് കാളിയൻ. അല്ലയോ ഭഗവാനെ, അങ്ങ് കണ്ടു. എന്താണ് കണ്ടത്? 1000 ഭണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആ ജ്വലിക്കുന്ന ആ തീപ്പൊരികളോട് കൂടിയ അതിവിഷജലത്തെ ധരിച്ചിരിക്കുന്ന കാളിയ സർപ്പത്തെ അനേകം പൊടിമുടുകളോടുകൂടിയ അഞ്ജനപർവ്വതം എന്നതുപോലെ ആ ഭഗവാൻ മുമ്പിൽ ഇങ്ങനെ കണ്ടുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭണശൃംഗസഹസ്രവിനിസ്രമരജ്വലദഗ്നികണോഗ്രഭിഷാംബുധരം പുരതഭണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ.